പ്രതീക്ഷ അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ മൃതദേഹം കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ മോർച്ചറിയിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകും. അതുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങളൊക്കെ തന്നെ പൂർത്തിയാവുകയാണ്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ മുൻപ് മാധ്യമങ്ങളെ കണ്ട ചാണ്ടി ഉമ്മൻ MLA ആവശ്യപ്പെട്ടത് നഷ്ടപരിഹാരമായി ബിന്ദുവിൻ്റെ കുടുംബത്തിന് 25 ലക്ഷം രൂപ നൽകണം എന്നതാണ് ഏറ്റവും പ്രധാനമായി അവർ ആവശ്യപ്പെട്ടത്. ഒപ്പം ഇവിടെ ചികിത്സയിൽ കഴിയുന്ന ബിന്ദുവിൻ്റെ മകൾ നവമിയുടെ ശസ്ത്രക്രിയ പൂർണ്ണമായും സൗജന്യമാക്കണം. ഇത് ഒരിക്കലും ഇത് സർക്കാരിൻ്റെ ഔദാര്യമല്ല, ഇത് ജനങ്ങളുടെ അവകാശമാണ് എന്ന തരത്തിലാണ് ചാണ്ടി പ്രതികരിച്ചത്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ ബിന്ദുവിൻ്റെ മൃതദേഹം ഇവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോകും. എന്തായാലും വളരെ അതിദാരുണമായ ആരുടെയും മനസ്സിനെ ഉലയ്ക്കുന്ന തരത്തിലുള്ള കാഴ്ചകൾ തന്നെയാണ് ഇന്ന് കോട്ടയം മെഡിക്കൽ കോളേജിൽ നമ്മൾ രാവിലെ മുതൽ കണ്ടത്. 10:30ക്കാണ് ഈ അപകടം നടക്കുന്നത്. അപകടം നടന്ന് മിനിറ്റുകൾക്കുള്ളിൽ നമ്മളിവിടെ എത്തുന്നു. അതിനുശേഷം മന്ത്രിമാരായിട്ടുള്ള VN വാസവൻ, ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉൾപ്പെടെയുള്ളവർ ഇവിടേക്ക് എത്തുന്ന സമയത്ത് അവർ പറയുന്ന മറുപടി എന്ന് പറയുന്നത് 3 പേർക്ക് മാത്രം ഒരു ചെറിയ രീതിയിൽ പരിക്കുണ്ട്, മറ്റ് പ്രശ്നങ്ങളൊന്നും തന്നെ ഇല്ല, ആരും തന്നെ ഇതിന് കോൺക്രീറ്റ് പാളികൾക്കിടയിൽ കുടുങ്ങിക്കിടപ്പില്ല എന്നൊരു മറുപടി നൽകി അവർ പോവുകയാണ് ഉണ്ടായത്. ഒരുപക്ഷെ ആ സമയത്ത് ഇവിടെ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ, ഒരു കൃത്യമായ രീതിയിൽ നടപടി വേണം, ഒരു തെരച്ചിൽ നടക്കണം, കൃത്യമായ രീതിയിൽ തെരച്ചിൽ വേണമെന്ന് മന്ത്രിമാരിൽ ആരെങ്കിലും നമ്മുടെ സംവിധാനം ഒന്ന് പറഞ്ഞിരുന്നെങ്കിൽ കൃത്യമായ രീതിയിൽ തെരച്ചിൽ നടക്കുക ഒരുപക്ഷെ നടന്നേനെ. എന്തായാലും 10:30ക്ക് അപകടം നടന്ന് 2 മണിക്കൂർ കഴിഞ്ഞ് 12:30 ആകുന്ന സമയത്താണ് ഇവിടെ തെരച്ചിലിന് വേണ്ടി 3 ബുൾഡോസറുകൾ എത്തുന്നത്. 3 ബുൾഡോസറുകൾ എത്തി അരമണിക്കൂർ കഴിഞ്ഞിട്ടാണ് ചേതനേറ്റ ബിന്ദുവിൻ്റെ ശരീരം പുറത്തേക്ക് എടുക്കുന്നത്. ഒരുപക്ഷെ ആ കൃത്യമായ രീതിയിൽ ആ സമയത്ത് തന്നെ ഒരു തെരച്ചിൽ നടന്നിരുന്നുവെങ്കിൽ ഇന്ന് ബിന്ദു ജീവനോടെ ഒരുപക്ഷെ ഉണ്ടാകുമായിരുന്നു. അതുതന്നെയാണ് എന്തായാലും പ്രതിഷേധമായൊക്കെ തന്നെ വലിയ രീതിയിൽ പ്രതിഷേധമുണ്ടായി. ആദ്യഘട്ടത്തിൽ കോൺഗ്രസും BJPയും ഒക്കെ തന്നെ പ്രതിഷേധമായെത്തി. വൈകിട്ട് മുഖ്യമന്ത്രി കോട്ടയം ജില്ലയിൽ തന്നെ ഉണ്ടായിരുന്നു. മുഖ്യമന്ത്രി വളരെ പെട്ടെന്ന് തന്നെ, സാധാരണ മുഖ്യമന്ത്രിയുടെ പരിപാടി നമുക്കറിയാം, ഏതെങ്കിലും തരത്തിൽ പരിപാടി ഉണ്ടെങ്കിൽ CMOയുടെ ഓഫീസിൽ നിന്നും അതുപോലെ ജില്ലാ ഇൻഫർമേഷൻ ഓഫീസറൊക്കെ നമ്മളെ വിളിച്ച് അറിയിക്കാനുള്ള പതിവ്. പക്ഷേ ഇത് വളരെ പെട്ടെന്ന് ഒരുപക്ഷെ ഏതെങ്കിലും തരത്തിൽ പ്രതിഷേധം എന്തൊക്കെ ഉണ്ടാകുമെന്ന് വൈകിട്ടാകണം, ആരെയും അറിയിക്കാതെ പെട്ടെന്ന് തന്നെയാണ് മുഖ്യമന്ത്രി ഇവിടേക്ക് എത്തിയത്. മുഖ്യമന്ത്രി ഇവിടേക്ക് എത്തിയ സമയത്ത് യൂത്ത് കോൺഗ്രസിൻ്റെ രീതിയിൽ കരിങ്കൊടി പ്രതിഷേധമുണ്ടായിരുന്നു. അവരും മറ്റ് പാർട്ടികളാണ് വിവരങ്ങൾ നൽകിയത്. അപ്പോൾ നഷ്ടപരിഹാരമായി 25 ലക്ഷം രൂപ ബിന്ദുവിന്റെ കുടുംബത്തിന് നൽകണമെന്നാണ് ചാണ്ടി ഉമ്മൻ MLA ആവശ്യപ്പെട്ടത്.